ആതുര സേവന രംഗത്ത് 40 വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ വിശ്വാസ്യതയും നേടിയ തൃശൂരിലെ സുധർമ്മ മെട്രോപോളിസ് ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും 40 വർഷത്തെ സേവന പാരമ്പര്യം, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള 400-ൽ പരം ടെസ്റ്റുകൾ, 200-ലധികം ലാബുകൾ, കൃത്യമായ രോഗനിർണയം, കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ്. ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല. സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി, ഗണപതി കോംപ്ലക്സ്, കോടതിക്ക് പിൻവശം, ഗേൾസ് ഹൈസ്കൂൾ റോഡ്, വടക്കാഞ്ചേരി. ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആഗോള അയ്യപ്പ സംഗമത്തിൽ UDF പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തമായ മറുപടി നൽകാതെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ശബരിമല വികസനത്തിൽ LDF സർക്കാർ 9 വർഷം എന്ത് ചെയ്തുവെന്നും ഇക്കാര്യത്തിൽ സർക്കാർ വ്യക്തമായ മറുപടി നൽകിയാൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്ന കാര്യത്തിൽ വ്യക്തത വരുത്താമെന്നും VD സതീശൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കില്ലെന്നും VD സതീശൻ പറഞ്ഞു. അയ്യപ്പ സംഗമം CPM-ന്റെ രാഷ്ട്രീയ കാപട്യമാണെന്നും VD സതീശൻ പറഞ്ഞു. ഇതിന് പിന്നിൽ രാഷ്ട്രീയ മുതലെടുപ്പാണ്. ശബരിമല വിഷയം സങ്കീർണമാക്കിയത് CPIM ആണ്. ദേവസ്വം ബോർഡിനെ മുന്നിൽ നിന്ന് സർക്കാർ തന്നെയാണ് പരിപാടി നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് സർക്കാർ ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നതെന്നും VD സതീശൻ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലവും ശബരിമല പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകളും സർക്കാർ പിൻവലിക്കുമോ എന്നും VD സതീശൻ ചോദിച്ചു. ക്ഷണിക്കാനെത്തിയപ്പോൾ പ്രതിപക്ഷ നേതാവ് കാണാൻ കൂട്ടാക്കിയില്ലെന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ആരോപണത്തിനെതിരെയും VD സതീശൻ രംഗത്തെത്തി. താൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഫീസിൽ കത്ത് നൽകുകയും പുറത്തിറങ്ങി താൻ കാണാൻ കൂട്ടാക്കിയില്ലെന്നും പറയുന്നത് മര്യാദകേടാണെന്ന് VD സതീശൻ പറഞ്ഞു. താൻ വീട്ടിലുള്ള സമയത്ത് ആര് വന്നാലും കാണാൻ അനുമതി നൽകാറുണ്ട്. ഇത് സംബന്ധിച്ച വാർത്ത കണ്ടപ്പോൾ ഓഫീസിൽ വിളിച്ച് ദേവസ്വം പ്രസിഡന്റ് വന്നിരുന്നു എന്ന് അന്വേഷിച്ചിരുന്നു. അപ്പോൾ മാത്രമാണ് അദ്ദേഹം വന്നിരുന്ന കാര്യം അറിയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണാതിരിക്കേണ്ട സാഹചര്യമില്ലെന്നും VD സതീശൻ പറഞ്ഞു. സർക്കാരിന്റെ വികസന സദസ് UDF ബഹിഷ്കരിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. വികസന സദസ്സിലൂടെ രാഷ്ട്രീയ പ്രചരണം നടത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. വിലക്കയറ്റമില്ലെന്ന അവകാശവാദം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതാണ്. വിലക്കയറ്റം നിയന്ത്രിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും VD സതീശൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.